അസ്സലാമലൈക്കും. നമ്മളിന്ന് ആട് ചുടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആട് ഇവിടെ ഒരു കൈയും ഒരു അര വാരിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞപ്പൊടിയിലിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പിടി ഈത്തപ്പഴം നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറിയിലൊക്കെ പുളിങ്ങ പിഴിയുന്ന മാതിരി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറെടുത്തിട്ട് അരിച്ചെടുക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതുണ്ട്. പിന്നെ നമ്മളുടെ മല്ലി ഉണ്ടല്ലേ, ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ നല്ല ജീരകം, ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ കുരുമുളക് പൊടി, അരമുറി നാരങ്ങ, പിന്നെ മാവിൻ്റെ ഇല നമുക്ക് ഈ പാത്രത്തിൽ അടിയിൽ വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഷൂഹ എന്ന് പറയുന്ന ഒരു ഇലം കൂടി ചേർക്കും. അതിപ്പോൾ ഇവിടെ ഇല്ല. അതിൻ്റെ തൈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഇടുകയാണെങ്കിൽ ഇറച്ചിക്ക് നല്ലൊരു ഫ്ലേവർ വരും. ആ ഒരു എന്താ പറയുക, ആ ഷൂഹ എന്ന് പറയുന്ന ഇലയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. തൈ ഇവിടെ ഉള്ളൂ, വലിയ മരമായിട്ടില്ല. മുരിങ്ങ വർഗ്ഗത്തിൽപ്പെട്ട സാധനം തന്നെയാണ്, പക്ഷേ ഇലല്ലേ നമ്മുടെ നാട്ടിൽ കാറ്റാടി മാതിരിയാണ്. പക്ഷേ അതിന്മേൽ കായൊക്കെ ഉണ്ടാകുന്നത് മുരിങ്ങക്കായുടെ അതേമാതിരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൈ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് അതിൻ്റെ തൈ. അതിൻ്റെ കൂടെ ഉണ്ടായതാണ് ഒരു തൈ, പക്ഷേ അത് മുരിങ്ങൻ്റെ ഇല മാതിരിയാണ് ഉണ്ടായിപ്പോണത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ശരിക്ക് ഈ ഇലയാണ് നമ്മൾ ഇടേണ്ടത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് വലിയൊരു മരമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇല മാതിരി തന്നെയാണ് ഇല. വളച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, മുരിങ്ങ വർഗ്ഗത്തിൽ പെട്ട തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മൾ ചുടാൻ ഉപയോഗിക്കുന്ന ചെമ്പ്. തുറന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലൊരു തട്ടുണ്ട്. ആ തട്ടിൻ്റെ ഒരു കാലും ഉണ്ടാവും. അപ്പോൾ വെള്ളം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, വെള്ളം അടിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവില്ല, ഇറച്ചിയുടെ മുകളിൽ തട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെമ്പ് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചെമ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മല്ലിയും പിന്നെ നമ്മുടെ ജീരകവും ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ മല്ലി നമ്മൾ വറക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ആടിൻ്റെ ഒരു കൈയും ഒരു അര വാരും ചുടാൻ 2 സ്പൂണ് മല്ലി വറുത്ത പൊടിയും 2 സ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും മതി. കാരണം നമ്മളിപ്പോൾ പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. ഇപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ വറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മല്ലി എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. മല്ലിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലി ഒരുപാട് കരിഞ്ഞ് പോകരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ മല്ലിയുടെ വറവായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് ജീരകം വറക്കാം. നല്ല ജീരകമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും രണ്ടും. ഏകദേശം ഒരേ കണക്കിന് എടുത്തോളേണ്ടി. എന്നിട്ട് നിങ്ങൾ മസാല ഇടുമ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ട് പൊടിക്കുമ്പോൾ മിക്സ് ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടും ഇപ്പോൾ നമ്മൾ ഒരേ അളവിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഇട്ടാൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീരകം ഇങ്ങനെ വറുത്ത് നല്ല പൊട്ടി വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കണ്ടില്ലേ, ഇതും കരിയരുത്. നമ്മൾ ഏകദേശം ഒരു വറവാകുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ ജീരകവും റെഡി ആയിട്ടുണ്ട്. അത് നമ്മളതിലേക്ക് മാറ്റി. അപ്പോൾ ഇതിരുന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുക, ഈത്തപ്പഴം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഓക്കെ. അപ്പോൾ ഈത്തപ്പഴം നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് നമ്മൾ പുളി പിഴിയുന്ന മാതിരി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇറച്ചി ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ ഈത്തപ്പഴം തിളപ്പിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ചൂടാറിയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പിഴിയാനും വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ ജ്യൂസ് അരിപ്പ എടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ തട്ടെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച ഈത്തപ്പഴം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ജ്യൂസ് അരിപ്പാകുമ്പോൾ വെറും അതിൻ്റെ ആ നീര് മാത്രമേ പറ്റുള്ളൂ. കുറച്ച് ആ കൊഴുപ്പുള്ള ജ്യൂസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉണ്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജ്യൂസൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. താഴെയുള്ള ചെമ്പിൽ കിട്ടാം. ഇതാ
ഇത് മതി നമുക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ടൈറ്റ് ആവും കണ്ടില്ലേ. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈത്തപ്പഴം അരിച്ചെടുത്ത് റെഡിയായി. അപ്പോൾ നമ്മുടെ മല്ലിയും ജീരകവും ചൂടാറുമ്പോഴത്തേന് നമുക്ക് എന്താണ് ചെയ്യുക, ഇറച്ചി ഒന്ന് കഴുകിയെടുക്കുക. ഇറച്ചിമത്തെ ഈ ഫുള്ള് മഞ്ഞപ്പൊടിയൊന്നും പോകില്ല. പക്ഷെ നമ്മൾ വല്ല ആടിൻ്റെ രോമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഓക്കെ, അപ്പോൾ ആട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യുക, ഈ മല്ലിയും ജീരകവും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയാണ് കേട്ടോ, അതുമാതിരി നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂണ് മസാല, വറുത്ത് പൊടിച്ച മസാല, അതായത് മല്ലിയും നമ്മൾ നല്ല ജീരകം 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, അരമുറി നാരങ്ങ ഇതിൽ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നത്, അങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് കുറുകി വരികയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. കാരണം ഈ ജീരകവും മല്ലിയും കുറച്ച് വെള്ളം കുടിക്കും. വേണ്ട, ഒന്നും കുറുകിയിട്ടുണ്ട്, ഇത്ര കുറുക്കം വേണ്ട, ഒന്നുകൂടെ ലൂസാക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും വലിയ കണക്കിലൊന്നും വലിയ കാര്യമില്ല, ഒന്ന് ടൈറ്റ് ആണെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കണം എന്നുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക, 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, നമുക്കിനി തീ ഓഫാക്കാം. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാം. മാവിലിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഇനി ഒഴിക്കാണ്ട് കേട്ടോ. സംഭവമൊന്നുമില്ല, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയത്തെ തട്ടിൻ്റെ മുകളിലേക്ക് തിളക്കുമ്പോൾ വെള്ളം തട്ടാതിരിക്കാൻ നമ്മൾ വെള്ളം വെക്കില്ല. എന്നാൽ മാതിരി തന്നെ ഇതിൻ്റെ തട്ടിൻ്റെ മുകളിലേക്ക് വെള്ളം തരുത് തിളക്കുമ്പോൾ, അതേ വേണ്ടിയുള്ളൂ. പിന്നെ നമ്മൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആടിൻ്റെ മുകളിൽ മസാല ഒക്കെ തേച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, മസാല ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക ആടിൻ്റെ മുകളിൽ. ഈ വരിഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് നമ്മളെ ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈത്തപ്പഴമായ കാരണം മധുരമാകുമെന്ന്. പക്ഷേ അല്ല, നമ്മൾ ഈ ജീരകം മല്ലിയും നാരങ്ങ നീരും കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ആ മധുരത്തിന് ചെറിയൊരു കുറവുണ്ടാവും. പിന്നെ നിങ്ങൾ ഇറച്ചി വന്നിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അലുമിനിയം വെച്ച് മൂടിയിട്ട് തീ കത്തിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല തീ കത്തിക്കണം കേട്ടോ, കാരണം വെള്ളം ഒന്ന് തിളക്കണ്ടേ. അതിനുശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കുക. മുകളിൽ നമ്മളങ്ങനെ ഒരു വെയിറ്റും വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇറച്ചി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളിത് തുറന്ന് നോക്കാതിരിക്കരുത് കേട്ടോ, വെള്ളം ഉണ്ടാകുന്നൊക്കെ നോക്കണം. വെന്ത് വരുന്നുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അടിയിൽ. ഓക്കെ, ഇപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തുറക്കുകയാണ്. ഇറച്ചിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആടി ചൂടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വെള്ളമൊക്കെ കറക്റ്റാണ്, പാകത്തിനായിരുന്നു കേട്ടോ, വറ്റിയിട്ടുണ്ട് വെള്ളം കറക്റ്റ് ടൈം 2.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.